എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവവിശേഷങ്ങളും ഗുണദോഷ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ മനഃശക്തി കുറവുള്ളവരായിട്ടാണ് കാണുന്നത്. അവർക്ക് മാനസികമായ പല വലിയ കഴിവുകളും ഉണ്ടാവുമെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ആകുലപ്പെടുകയും അസ്വസ്ഥരാവുകയും ചെയ്യും. എല്ലാവരോടും വിനയമായും സ്നേഹത്തോടുകൂടിയും ഇവർ പെരുമാറും. സൗമ്യതയും പ്രസന്നതയും ഇവരുടെ മുഖത്തുണ്ടാകും. അസാധാരണമായ ബുദ്ധിസാമർഥ്യവും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനുള്ള കഴിവും ഉണ്ടാകും. സ്ഥിരമായി ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാത്തത് മൂലം പലപ്പോഴും ഈ കഴിവുകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. പല കാര്യങ്ങളിൽ ഒരേ സമയത്ത് ഏർപ്പെടുന്നത് മൂലം ഒന്നിലും വിജയം നേടാൻ കഴിയാതെയും വരും. അന്യർക്ക് ഉപദേശം കൊടുക്കുവാൻ ഇവർ സമർത്ഥരായിരിക്കും. എങ്കിലും സ്വന്തം കാര്യങ്ങളിൽ അപ്പോഴപ്പോഴത്തുള്ള തോന്നലുകൾ അനുസരിച്ച് ഇവർ പ്രവർത്തിക്കും. ഇവർക്ക് കൂട്ടുപ്രവർത്തനത്തേക്കാൾ സ്വന്തം നിലയിലുള്ള പ്രവർത്തനത്തിലായിരിക്കും താല്പര്യം കാണിക്കുക. ഒരേ സമയത്ത് രണ്ടു വിധത്തിൽ ചിന്തിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. ഇവർക്ക് ധനമോഹം കുറവായിരിക്കും. ദാനധർമാദികളിൽ കൂടുതൽ താല്പര്യം കാണിക്കും. ആരെയും ആശ്രയിച്ച് കഴിയാനോ അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനോ ഇവർ താല്പര്യം കാണിക്കാറില്ല. മതപരമായ കാര്യങ്ങളിൽ സ്വതന്ത്ര ബുദ്ധിയായിരിക്കും. ആചാരങ്ങൾ ലംഘിക്കുവാനായിട്ട് മടി കാണിക്കുകയില്ല. പക്ഷേ സദാചാരനിഷ്ഠയും സത്യസന്ധതയും ഉണ്ടാകും. സ്വന്തം നേട്ടങ്ങളിൽ ഇവർ അഭിമാനിക്കും. അന്യർക്ക് ഉപകാരം ചെയ്യുവാനായിട്ട് മടി കാണിക്കുകയില്ല. പ്രവർത്തനങ്ങളിൽ താല്പര്യം ഉണ്ടാകും. പ്രശംസ ഇഷ്ടപ്പെടും. പ്രശംസിക്കുന്നവരോട് അമിതമായ ആഭിമുഖ്യം ഇവർ കാണിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ അംഗീകാരം ലഭിച്ചെന്ന് വരികയില്ല. വിമർശനങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് നിരാശപ്പെടുകയില്ല. സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഇവർക്ക് കുറവായിരിക്കും. നിഷ്പക്ഷത പാലിക്കുവാൻ എപ്പോഴും ഇവർ ശ്രമിക്കും. ചെറിയ ചെറിയ രോഗങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഭക്ഷണകാര്യത്തിലും ഔഷധ സേവയിലും ദിനചര്യയിലും ശ്രദ്ധക്കുറവ് കാണിക്കും. ശിരോരോഗങ്ങളും ഉദരരോഗങ്ങളും ഇടയ്ക്കിടെ ബാധിക്കും. മേടം, മിഥുനം, കന്നി എന്നീ മാസങ്ങളിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് ഉദരരോഗങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. ധ്യാനം, ജപം തുടങ്ങിയവയിൽ ഏർപ്പെടുവാനായിട്ട് താല്പര്യമുണ്ടാകും. ത്യാഗ മനസ്ഥിതി ഉണ്ടാകും. ഭൗതിക ജീവിതത്തോട് വിരക്തി തോന്നിയേക്കാം. മാനസിക ഏകാഗ്രത മൂലം ചില അത്ഭുത ശക്തികൾ നേടിയെടുക്കുവാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിയാറുണ്ട്. പലപ്പോഴും ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നത് യാദൃശ്ചികമായി പറയുന്ന വാക്കുകൾ സത്യമായി തീർന്നു എന്ന് വരാം. ഭാവിയെപ്പറ്റി മനസ്സിലുണ്ടാകുന്ന തോന്നലുകളും യാഥാർത്ഥ്യത്തിലെത്താനായിട്ട് സാധ്യതയുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. താരതമ്യേന കുറഞ്ഞ പ്രായത്തിൽ തന്നെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി ഇടയ്ക്കിടെ കലഹിക്കും. പക്ഷേ പരസ്പര സ്നേഹവും വിശ്വാസവും നിലനിർത്തും. പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ക്ലേശത്തിന് ഇടയായേക്കാം. സുഖഭോഗങ്ങളിൽ താല്പര്യം കാണിക്കും. സ്വന്തം പോരായ്മകളെപ്പറ്റി ആവർത്തിച്ച് ചിന്തിച്ച് ആകുലപ്പെടുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യും. വാക്കുപാലിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഇവർ കാണിക്കും. കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കണമെന്ന് നിർബന്ധം പിടിക്കും. സ്വഭാവശുദ്ധി ഉണ്ടാകും. ഹൃദയ വിശാലത മൂലം എല്ലാവരുടെയും അഭിനന്ദനം നേടിയെടുക്കും. ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാകും. ചെറിയ കാര്യം കൊണ്ട് മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാകും. പെട്ടെന്നുള്ള തോന്നലുകൾ അനുസരിച്ച് അരുതാത്തത് ചെയ്യുകയും പിന്നീട് അതിനെപ്പറ്റി ദുഃഖിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും കരുതലോടെ ആലോചിച്ച് ചെയ്താൽ ഇവർക്ക് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനാവും. വലിയ പരിവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ജനിച്ച നാടും വീടും വിട്ട് അന്യസ്ഥലത്ത് താമസമാക്കാൻ സാധ്യതയുണ്ട്. ദൂരദേശത്തുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കും ജീവിതത്തിൽ ഇവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുക. മാതാപിതാക്കളോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. മാതാവിനോടായിരിക്കും കൂടുതൽ അടുപ്പം.
ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും എപ്പോഴും എന്തെങ്കിലും അസുഖം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ബാല്യകാലം ക്ലേശകരമായിരിക്കും. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 20 വയസ്സിനും 38 വയസ്സിനും ഇടയ്ക്കുള്ള കാലത്ത് നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ഈ കാലത്ത് ആരോഗ്യക്കുറവ് അനുഭവപ്പെട്ടേക്കാം. 38 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ശാന്തവും സന്തോഷകരവുമായ ജീവിതം നയിക്കും. പക്ഷേ സാമ്പത്തിക നേട്ടങ്ങൾ കുറയും. 57 വയസ്സിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകും. ഇച്ഛാശക്തി, പ്രവർത്തന നിരത, ശരീരസുഖം എന്നിവയോട് കൂടിയിട്ടായിരിക്കും ഈ നക്ഷത്രക്കാർ ജനിക്കുക. ഇവർക്ക് സഹോദരന്മാർ കുറവോ അവർക്ക് നാശമോ ദോഷമോ വന്നേക്കാം. സംഭാഷണപ്രിയത, പ്രസിദ്ധി, കലാനൈപുണ്യം, ആഡംബരത്തിൽ പ്രിയം, ദാമ്പത്യസുഖം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. ഇവർക്ക് പിതൃഭാഗ്യം കുറവായിരിക്കും. പലപ്പോഴും ഇവർ നിർബന്ധ ബുദ്ധിയും കോപവും പ്രകടിപ്പിക്കാറുണ്ട്. തന്നെ വിമർശിക്കുന്നവരോട് ഇവർ ചിലപ്പോൾ ശത്രുതയോടെ പെരുമാറുന്നു. എരിവ്, പുളി തുടങ്ങിയ രസങ്ങളോട് ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. കാർത്തിക ആദ്യ 1-ാം പാദം മേടം രാശിയിലും ബാക്കി 3 പാദങ്ങൾ ഇടവരാശിയിലുമായി വ്യാപിച്ചിരിക്കുന്നു. കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് അല്പം തീക്ഷ്ണ സ്വഭാവം കൂടുതൽ കാണും. ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഡംബരപ്രിയത്വവും ഏറിയിരിക്കും. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ മകയിരം, പുണർദം, ആയില്യം. പിന്നെ കാർത്തിക മേടക്കൂറുകാർക്ക് വിശാഖം 4-ാം പാദവും അനിഴം, തൃക്കേട്ട എന്നിവയും. കാർത്തിക ഇടവക്കൂറുകാർക്ക് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: ചൊവ്വ, വ്യാഴം, ബുധൻ ഈ 3 ദശകൾ ഇവർക്ക് ദോഷകരമായിരിക്കും. അതുകൊണ്ട് ഈ സമയം വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ പതിവായി സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ ദിവസങ്ങളിൽ സൂര്യഭജനം, ശിവക്ഷേത്ര ദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുക. കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം, മറ്റ് ദോഷപരിഹാര കർമ്മങ്ങൾ എന്നിവ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ആദിത്യ ഹൃദയം പതിവായി ജപിക്കുന്നത് ഉത്തമമാണ്. ഇക്കൂട്ടർ നിത്യവും രാവിലെ അല്പനേരം ആദിത്യ പ്രാർത്ഥനയോടെ വെയിലേറ്റ് നിൽക്കുന്നത് ഗുണം ചെയ്യും. കഴിയുന്നതും പകലുറക്കവും ഇവർ ഒഴിവാക്കണം. കാർത്തിക മേടക്കൂറുകാർ ചൊവ്വ പ്രീതി കർമ്മങ്ങളും ഇടവക്കൂറുകാർ ശുക്രപ്രീതി കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ നിറങ്ങൾ, അവരുടെ അനുകൂലമായ നിറങ്ങൾ ചുവപ്പ്, കാവി എന്നിവയാണ്. ഇത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവ വിശേഷങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ജനിക്കുന്ന സമയത്ത് ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യൻ്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ കൃത്യമായി അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.